ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെല്ലാവരെയും ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ആരാധനക്രമമായി ഇന്ന് ഉപയോഗിക്കുന്ന വേദഭാഗം രണ്ടാമത്തെ ശുശ്രൂഷാക്രമം 1-ാം ഭാഗത്തിൽ നിന്നാണ്. താല്പര്യമുള്ളവർക്ക് ആരാധനാക്രമം ആരാധനാ സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവന് നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിങ്കലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. അവിടുത്തെ ശക്തിയാലും ജ്ഞാനത്താലും സകലത്തെ സൃഷ്ടിക്കുകയും ഞങ്ങളുടെ രക്ഷിതാവായിരിക്കാൻ അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിക്കുകയും ചെയ്ത പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി ഉണ്ടാകട്ടെ. പാപമൊഴികെ സർവത്തിലും ഞങ്ങൾക്ക് തുല്യമായി തീർന്നവനും ഞങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത പുത്രനായ ദൈവമേ, അങ്ങേക്ക് സ്തുതി ഉണ്ടാകട്ടെ. സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുകയും ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി ഉണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് സകല മഹത്വവും സ്തുതിയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് അങ്ങയിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധന സമയത്ത് അവിടത്തെ വെളിപ്പെടുത്തി ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവിടുത്തെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും അവിടെ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തേക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണി
നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് നമുക്ക് ഏറ്റുപറയാം. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിൽ ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ എത്രയേ നമുക്കുള്ളത്. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും നാം പാപം ചെയ്തു. ഭവനത്തിലും സമൂഹത്തിലും നമ്മിൽ കുറവുകൾ ഉണ്ടായി, ബന്ധങ്ങളിൽ കുറവുകൾ ഉണ്ടായി. കർത്താവേ, ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് അപേക്ഷിക്കാം. ഒന്നാമത്തെ പ്രാർത്ഥന. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയാടുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളുടെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായി കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേലാൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകലഭാവങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അവിടത്തോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇന്നേക്കുള്ള പ്രത്യേക പ്രാർത്ഥന. ഉയർപ്പിനു മുമ്പ് 9-ാം ഞായർ. സൃഷ്ടിയുടെ നന്മ. തിരുസാദൃശ്യത്തിലും തിരുസ്വരൂപത്തിലും ഞങ്ങളെ സൃഷ്ടിക്കുകയും ക്രിസ്തേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്ത സൃഷ്ടാവായ ദൈവമേ, അവിടുത്തെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ മുദ്രയിടണമേ. അവിടുത്തെ കൃപയുടെ അത്യന്തധനത്താൽ ഞങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയും സർവസൃഷ്ടിയോട് നിരപ്പുറാവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങനെ ദൈവസൃഷ്ടിയുടെ കാര്യവിചാരകരായ ഞങ്ങൾ സൃഷ്ടിയുടെ നന്മയെ പരിപോഷിപ്പിക്കുവാനും അവിടുത്തെ കൈപ്പണിയായവരോട് ചേർന്ന് നിന്റെ മഹത്വത്തെ വർണ്ണിപ്പാനും കൃപ നൽകണമേ. സകലത്തെയും നല്ലതായി സൃഷ്ടിച്ച ദൈവത്തിന്റെയും സർവസൃഷ്ടിയെയും വീണ്ടെടുത്ത ക്രിസ്തുവിന്റെയും ഞങ്ങളെ ദിവ്യ സ്നേഹത്താൽ പരിപാലിക്കുന്ന പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. First lesson for the day is taken from the book of Genesis, chapter 1, verses 24 to 31. Genesis 1, 24 to 31. Then God said, "Let the earth bring forth the living creature according to its kind, cattle and creeping things and beasts of the earth, each according to its kind." And it was so. And God made the beast of the earth according to its kind, cattle according to its kind, and everything that creeps on the earth according to its kind. And God saw that it was good. Then God said,
Let us make man in our own image, according to our likeness. Let them have dominion over the fish of the sea, over the birds of the air, and cattle, over all the earth, and over every creeping thing that creeps on earth. So God created man in his own image. In the image of God, he created him. Male and female, he created them. Then God blessed them, and God said to them, Be fruitful and multiply, fill the earth and subdue it, have dominion over the fish of the sea, over the birds of the air, and over every living thing that moves on the earth. And God said, See, I have given you every herb that yields seed, which is on the face of all the earth, and every tree whose fruit yields seed. To you it shall be for food. Also, every beast of the earth, to every bird of the air, and to everything that creeps on the earth, in which there is life, I have given every green herb for food. And it was so. Then God saw everything that he had made, and indeed it was very good. So the evening and the morning were the sixth day. Here ends the first lesson. ദൈവമേ, നിനക്കു സ്തോത്രമുണ്ടാകട്ടെ. ഇന്ന് കാലത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 104 സങ്കീർത്തനം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. Psalms 104 verses 1 to 13. സങ്കീർത്തനം 104 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യം പ്രതിവാക്യമായി വായിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു, തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. അവൻ തന്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു, മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനത്തിൽ മേൽ സ്ഥാപിച്ചിരിക്കുന്നു. നീ അതിനെ വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴി കൊണ്ടു മൂടി, വെള്ളം പർവ്വതങ്ങൾക്കു മീതെ നിന്നു. അവ നിന്റെ ശാസനയാൽ ഓടിപ്പോയി, നിന്റെ ഇടിമുഴക്കത്താൽ അവ ബദ്ധപ്പെട്ടു. മലകൾ പൊങ്ങി, താഴ്വരകൾ താന്നു, നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിരിട്ടു. അവൻ ഉറവുകളെ താഴ്വരകളിലേക്ക് ഒഴുക്കുന്നു, അവ മലകളുടെ ഇടയിൽ കൂടെ ഒലിക്കുന്നു. അവയിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു, കാട്ടുകഴുതകളും തങ്ങളുടെ ദാഹം തീർക്കുന്നു. അവയുടെ തീരങ്ങളിൽ ആകാശത്തെ പറവകളും വസിക്കുകയും കൊമ്പുകളുടെ ഇടയിൽ പാടുകയും ചെയ്യുന്നു. ചേർന്ന് വായിക്കാം. അവൻ തന്റെ മാളികകളിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു, ഭൂമിക്ക് നിന്റെ പ്രവൃത്തികളുടെ ഫലത്താൽ തൃപ്തി വരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കുള്ള ലേഖന ഭാഗം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 3 to 14. സ്വർഗത്തിലെ സകല ആത്മീകാനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്കു സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്കു അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ
മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തിനു തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അതു സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥക്കായിക്കൊണ്ടു തന്നെ അവനിൽ നാം അവകാശവും പ്രാപിച്ചു. തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത്. മുൻകൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിനു തന്നെ. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടോ നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദാനത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇവിടെ ലേഖനഭാഗം അവസാനിക്കുന്നു. ഇന്നത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് മാത്യു ചാപ്റ്റർ 6 വേഴ്സസ് 9 to 14. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ഇന്നത്തേക്കുള്ള പ്രത്യേക പ്രാർത്ഥനകൾ. ബർത്ത്ഡേ മിസ്റ്റർ വിനോദ് സോളമൻ. വെഡിങ് ആനിവേഴ്സറി കെൽവിൻ റോബർട്ട്സ് ആൻഡ് മിസിസ് ഷൈല മോസസ് കെൽവിൻ. പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെടുന്നു വിനോദ് ശൈലസ് അച്ഛൻ. തൻ്റെ പൈതൽ, ഇളയ പൈതൽ ആശുപത്രിയിൽ ഭയം പ്രാപിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രസവാനന്തരം ശുശ്രൂഷയിൽ ആയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെയും ഇത്തരണത്തിൽ ദൈവസന്നിധിയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. മറ്റ് ആവശ്യങ്ങളിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയുടെ പണികൾ താൽക്കാലികമായി മുടങ്ങിയിരിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഡയസിസിനുണ്ട് എന്നറിയുന്നു. ദൈവം സർവ അനുഗ്രഹത്തിന്റെയും ഒരു വർഷം കൂടെ കുടുംബജീവിതത്തിൽ ദാനം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്ന പ്രിയ സെക്രട്ടറി കൽവിനെയും തന്റെ സഹധർമ്മിണിയും നമ്മൾ ഓർക്കുന്നു. അവിടുത്തെ കൃപയും അവിടുത്തെ മക്കളെ സൂക്ഷിക്കണമേ. വീണ്ടും ദൈവശക്തിയും അനുഗ്രഹവും ആശ്രയിക്കണമേ. പ്രത്യേക വിനോദശൈല സച്ചന്റെ കുടുംബത്തെ നമ്മൾ ഓർക്കുന്നു. കർത്താവേ, ഇപ്പോൾ ലഭിച്ച ദാനം നൽകിയ ശിശുവിനെ നമ്മൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിലാണ്. കരുണയുണ്ടാകണമേ. എന്നെ മാനിക്കുന്നവനെ ഞാൻ
നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയങ്ങളെയും ചിന്തകളെയും അറിയുന്ന കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ മറഞ്ഞിരിക്കുന്നതായി ഒന്നുമില്ലല്ലോ. അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങ് ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചില്ല എങ്കിൽ കർത്താവെ ഞങ്ങൾ നശിച്ചു പോകും. അവിടുത്തെ വചനം വാഴ്ത്തി അനുഗ്രഹിച്ചു തരണമേ. അത് ഞങ്ങളുടെ കാലം ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അടിയൻ്റെ വാക്കുകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രവഹിക്കണമേ എന്ന് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സൃഷ്ടിയുടെ നന്മ, ഗുഡ്നെസ് ഓഫ് ക്രിയേഷൻ എന്ന ചിന്തയെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ ആരാധന പാഠങ്ങളെ അടിസ്ഥാനമാക്കി ചില ചിന്തകൾ പങ്കുവയ്ക്കാനായി ആഗ്രഹിക്കുന്നു. സൃഷ്ടിയുടെ നന്മ നാം മനസ്സിലാക്കുമ്പോൾ സൃഷ്ടിയുടെ നന്മയിലൂടെ സൃഷ്ടാവിൻ്റെ മാഹാത്മ്യം വെളിപ്പെട്ടു വരുന്നു. സ്വയംഭൂവായ സെൽഫ് എസിസ്റ്റൻ്റ് ആയ ദൈവത്തിൻ്റെ വാക്കും ജ്ഞാനവും പ്രവൃത്തിയും ഈ മനോഹരമായ പ്രപഞ്ചത്തിന് അടിസ്ഥാനമിട്ടു എന്ന് നാം മനസ്സിലാക്കുന്നു. ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ ചലനങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഒരു ഫോഴ്സ്, ഒരു ശക്തി ഉണ്ടെന്ന് ആണ്. അത് എന്താണെന്ന് ധ്യാനിക്കുമ്പോൾ ഇതിന് കാരണവാനായ ദൈവികമായ ചൈതന്യത്തെ നമുക്ക് ഉള്ളം കൊണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. സങ്കീർത്തനം 90:2 മോശ മനസ്സിലാക്കിയ വാക്യമാണ് ഞാൻ ആദ്യമായി നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്. Before the mountains were brought forth, or over you have formed the earth and the world from everlasting to everlasting, you are God. ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു എന്ന് പറയുന്നു. ഇന്നത്തെ വേദഭാഗത്തിലൂടെ നമുക്ക് സൃഷ്ടിയുടെ നന്മയെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ ആരാധ്യനായ സൃഷ്ടാവിനെ കുമ്പിട്ട് നമുക്ക് ആരാധിക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ട് ആ ദൈവിക ചൈതന്യത്തെ ആരാധിച്ച വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഇങ്ങനെ പറയുന്നു, വെളിപ്പാട് പുസ്തകം 4:11, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബലവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞ് ആരാധിക്കുന്നു. സൃഷ്ടിയുടെ മാഹാത്മ്യത്തെ ആരാധനയിൽ കൊണ്ടുവന്ന് ആരാധിക്കുന്ന രീതിയെ ആണ് നമുക്കിവിടെ വെളിപ്പാട് പുസ്തകത്തിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 24-25 വാക്യം വായിക്കുമ്പോൾ അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം
ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ചരാചരങ്ങളെയും ഉണ്ടാക്കി. നല്ലതെന്ന് ദൈവം കണ്ടു എന്ന് നാം വായിക്കുന്നു. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം നാം പരിശോധിച്ചാൽ നല്ലത് എന്ന് ദൈവം കണ്ടതായി 7 ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. 7-ാമത്തെ ഭാഗത്ത് സവിശേഷതയോടുകൂടി രേഖപ്പെടുത്തുന്നു. 4-ാം വാക്യം, 10-ാം വാക്യം, 12-ാം വാക്യം, 18-ാം വാക്യം, 21-ാം വാക്യം, 25-ാം വാക്യം, ഇതിലൊക്കെയും നല്ലതെന്ന് ദൈവം കണ്ടു, നന്മ ദൈവം കണ്ടു എന്ന് നാം വായിക്കുന്നു. ദൈവം സൃഷ്ടിച്ച വെളിച്ചം, സമുദ്രം, ഭൂമി, പുല്ലും വൃക്ഷവും, വലിപ്പമേറിയ വെളിച്ചം, ചെറിയ വെളിച്ചം, നക്ഷത്രങ്ങൾ, വെള്ളത്തിലെ ജന്തുക്കളും ആകാശത്തിലെ പറവകളും, കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ 6 പ്രാവശ്യം തന്റെ വാക്കിനാലും ജ്ഞാനത്താലും സൃഷ്ടിച്ച സൃഷ്ടിയെ നല്ലതെന്ന് കണ്ടു എന്ന് രേഖപ്പെടുത്തുന്നു. God saw that it was good. സൃഷ്ടിയുടെ നന്മയെ ആദ്യം വിലയിരുത്തിയത് സൃഷ്ടാവ് തന്നെയാണ്. എന്നാൽ വീണ്ടും നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർ എക്സലൻസ് ഇൻ ക്രിയേഷൻ എന്ന ചിന്ത നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. Then God saw everything that he had made, and indeed it was very good. ആദ്യം ഗുഡ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു, പിന്നീട് വെരി ഗുഡ് എന്ന് രേഖപ്പെടുത്തുന്നു. താൻ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലതെന്ന് ദൈവം കണ്ടു. 6-ാം ദിവസം നേരത്തെ ഉണ്ടാക്കിയ സൃഷ്ടികളെ നല്ലതെന്നും ഇറ്റ് വാസ് ഗുഡ് എന്നും ഇപ്പോൾ എത്രയും നല്ലതെന്ന് പറയുന്നു. ഇൻഡീഡ് ഇറ്റ് വാസ് വെരി ഗുഡ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 31-ാം വാക്യം. ഇതിന് കാരണം എന്താണ് ഇങ്ങനെ പറയുന്നതിന്? പാർ എക്സലൻസ് ഇൻ ക്രിയേഷൻ, സുപ്രീം എക്സലൻസ് ഇൻ ക്രിയേഷൻ, പ്രീ എമിനന്റ് മെരിറ്റ് ഇൻ ക്രിയേഷൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? സൃഷ്ടിയുടെ ഉത്തമമായ ഉത്കൃഷ്ടമായ നന്മയെ ദൈവം വിലയിരുത്തുന്നു. സൃഷ്ടി സംരംഭത്തിന്റെ 2 അവതരണങ്ങളും നമുക്ക് വേദപുസ്തകത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. 21-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും. 1-ാം അധ്യായം ശ്രദ്ധിച്ചാൽ ദൈവം തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപത്തിൽ അവനെ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് രേഖപ്പെടുത്തുന്നു. മാത്രമല്ല അവിടെ നമ്മൾ വായിക്കുന്നത് സകല സൃഷ്ടിക്കും മേൽ ആധിപത്യം കൽപ്പിക്കുന്നു. Let us make man in our own image, after our likeness, and let them dominion over the creation. Genesis chapter 1 verse 26. വാഴട്ടെ. 28-ാം വാക്യം വായിക്കുമ്പോൾ be fruitful and multiply and fill with the earth and subdue it and have dominion over creation. അതിനെ അടക്കി വാഴാൻ പറയുന്നു. ഇത് ഈ പദം തെറ്റായി മനസ്സിലാക്കിയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അടക്കി വാഴുക എന്ന് പറയുന്നതും അതുപോലെ നമ്മൾ സബ്ഡ്യൂ എന്ന് പറയുന്നതും നശീകരണ ചിന്ത മനുഷ്യനുണ്ടാക്കിയോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ 2-ാം ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ, 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടി കാണുവാൻ ഭംഗിയുള്ളതും, പ്രത്യേകിച്ച് വൃക്ഷങ്ങൾ വെള്ളം ഭംഗിയുള്ളത്, സൃഷ്ടി വളരെ മനോഹരമാണ്. മാത്രമല്ല തിന്മാൻ ഫലമുള്ളതുമായ നല്ല വൃക്ഷങ്ങളും ഉണ്ടായിരുന്നുവെന്ന് 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുന്നു. യഹോവ ദൈവം നിലത്ത് ഉള്ള പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവർ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് 2-ാം അധ്യായം 7-ാം വാക്യം വായിക്കുന്നു. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യന്റെ സൃഷ്ടിയിൽ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ സാദൃശ്യം, ദൈവത്തിന്റെ സ്വരൂപം, ദൈവത്തിന്റെ കൈകൊണ്ടുണ്ടാക്കിയത്, ദൈവത്തിന്റെ ജീവശ്വാസം നൽകിയത്. എന്നിട്ടും അതിലും തൃപ്തി വരാതെ എന്ത് ചെയ്തെന്നറിയാമോ? സൃഷ്ടിയുടെ 2-ാം കഥയിൽ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദേൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും
അതിനെ കാപ്പാനും അവിടെയാക്കി, വേല ചെയ്യുവാനും അതിനെ സൂക്ഷിക്കുവാനും. 1-ാം അധ്യായത്തിൽ സബ്ഡ്യൂ ആൻഡ് ഡൊമീനിയൻ, 2-ാം അധ്യായത്തിൽ ടു വർക്ക് ഇറ്റ് ആൻഡ് കീപ്പ് ഇറ്റ്, ഒരു സ്റ്റുവാർഡ്ഷിപ്പ് മനുഷ്യന് നൽകിയെന്ന് നാം മനസ്സിലാക്കുന്നു. മനുഷ്യന് തക്കതായ തുണ കണ്ടുകിട്ടാത്ത സാഹചര്യത്തിൽ ദൈവം മനുഷ്യനെ ഗാഠനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെള്ളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു ഒരു സ്ത്രീയാക്കി എന്നും നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. ഈ സ്ത്രീയെ കണ്ടപ്പോൾ അവന് വളരെ സന്തോഷമായി. എൻ്റെ മാംസത്തിന് മാംസവും രക്തത്തിന് രക്തവും വളരെ ഇഷ്ടപ്പെട്ടു. ആ സൃഷ്ടി അവന് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ സൃഷ്ടി എല്ലാം കൂടെ ദൈവം ഒരുമിച്ച് മനുഷ്യനെയും കൂടെ സൃഷ്ടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്, സൃഷ്ടി വളരെ മനോഹരമായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യനില്ലാത്ത സൃഷ്ടി, മനുഷ്യനുള്ള സൃഷ്ടി. വാക്കുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സൃഷ്ടി, ദൈവത്തിൻ്റെ കരം കൊണ്ടുണ്ടാക്കിയതായ സൃഷ്ടി. അപ്പൊ ഈ ദൈവത്തിന്റെ കരം കൊണ്ടുണ്ടാക്കിയ സൃഷ്ടിയെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ദൈവം ഈ പ്രപഞ്ചത്തെ നോക്കിയപ്പോ ഇറ്റ് ഈസ് വെരി ഗുഡ്. ക്രിയേഷൻ വാസ് ഫാർ എക്സലന്റ്. അതായത് വളരെ മനോഹരമായിരിക്കുന്നത് കൂടിച്ചേർന്ന് വരുമ്പോഴാണ് സൃഷ്ടിയുടെ നന്മയുടെ മേന്മ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് സാധിക്കുമ്പോൾ ഈ സൃഷ്ടാവിനെ സാഷ്ടാംഗം വീണ് വണങ്ങുകയല്ലാതെ മറ്റെന്ത് രീതിയിൽ ഈ ദൈവത്തെ നമുക്ക് മഹിമപ്പെടുത്താൻ കഴിയുമെന്ന് നാം ചിന്തിക്കുക. ഇന്നത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ജിസ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, God is to be glorified and dignified through the creation. God is to be glorified and dignified through the creation. ഈ സങ്കീർത്തനം നമ്മൾ ഇറ്റ് ഈസ് എ റെവലേഷൻ ഓഫ് ഗുഡ്നെസ് ഓഫ് ഗോഡ് ത്രൂ ഹിസ് ക്രിയേഷൻ ഓർ ഡിക്ലറേഷൻ ഓഫ് ദി ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ് ത്രൂ ഹിസ് ക്രിയേഷൻ. ക്രിയേഷന്റെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ചുള്ള ഒരു സ്തുതിയാണ്, ഒരു ഗീതമാണ്, ഒരു പ്രാർത്ഥനയാണ് ഇവിടെ ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രീക്ക് ലാറ്റിൻ ട്രാൻസ്ലേഷനിൽ ഈ സങ്കീർത്തനം ദാവീദ് രചിച്ചു എന്നാണ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഇന്നത്തെ സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ മേന്മയെ വെളിപ്പെടുത്തുന്നു. സൃഷ്ടിയിലൂടെ ദൈവത്തിന്റെ ഉന്നതത്വത്തെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ മഹത്വത്തെ, ദൈവത്തിന്റെ മഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്നതായി നാം ഗ്രഹിക്കുന്നു. ദ ക്രിയേറ്റേഴ്സ് മാർവലസ് ഗ്രേറ്റ്നസ് ഈ സങ്കീർത്തനത്തിൽ വെളിപ്പെട്ടു വരുന്നു. ദൈവത്തിന്റെ അതിശയിപ്പിക്കുന്ന മഹത്വം വിളംബരം ചെയ്യുന്ന ഒരു സങ്കീർത്തനം. ദൈവവും മനുഷ്യനും മറ്റ് സൃഷ്ടിയും വേർപെടാൻ പറ്റാതെ വണ്ണം ഒന്നിനൊന്ന് ചേർന്നിരിക്കുന്നു. ഇന്റർ റിലേറ്റഡ്, ചേർന്നിരിക്കുന്ന ആ ബന്ധത്തെ വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനം. മാത്രമല്ല ദൈവത്തിന്റെ മഹത്വവും തേജസ്സും അവന്റെ സൃഷ്ടിയിലൂടെ, ഈ പ്രപഞ്ചമെന്ന ഈ പുസ്തകത്തിലൂടെ ഓരോന്നിലും നോക്കി അതിന്റെ മാഹാത്മ്യം വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു അനുഭവം ഇവിടെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ആകാശം, പ്രകാശം, മേഘം, കാറ്റ്, അഗ്നി, ഭൂമിയുടെ തുലനത, ആഴി, പർവ്വതങ്ങളുടെ നിലനിൽപ്പ്, അവിടുന്ന് നദികൾ വരുന്നത്, ഉയർന്ന മല, താഴ്ന്ന മല, ഉറവുകൾ, മൃഗങ്ങൾ, പക്ഷികൾ, പുല്ല്, സസ്യം, വീഞ്ഞ്, എണ്ണ, മനുഷ്യന് കഴിക്കാനുള്ള അപ്പം, എല്ലാം സകലതും ഈ ഭൂമിയിൽ ലഭ്യമാകുന്ന തരത്തിൽ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള മനോഹരമായ പാട്ട്. പലപ്പോഴും നമ്മളിതെല്ലാം മറന്നുപോകും. ഈ ഭൂമിയിൽ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മളിതെല്ലാം പലപ്പോഴും മറന്നുപോകും. നമ്മൾ ജിയോഗ്രഫിക്കൽ ചാനലിലൂടെ നമ്മൾ കാണുമ്പോൾ മൃഗങ്ങൾ വേട്ടയാടുന്നത് കണ്ടിട്ടുണ്ട്. സിംഹം, അതുപോലെ മറ്റ് ജീവികൾ വേട്ടയാടുന്നു. ഒരുപാട് ജീവികൾ പോകും. പക്ഷെ അതിൻ്റെ ആവശ്യത്തിനുള്ള ഒരു മൃഗത്തിനെ മാത്രമേ അത് വേട്ടയാടുകയുള്ളൂ. കണ്ടതിനെയൊക്കെ അത് വേട്ടയാടാറില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം കിട്ടിയ, പ്രത്യേകിച്ച് ഇന്ന് ഫ്രിഡ്ജ് കൂടെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും കിട്ടിയാൽ അവനെ തകർത്ത് കളയും. പ്രകൃതിയെ തന്നെ തകർത്ത് കളയുന്ന ഒരു അനുഭവം
നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭൂമിയെ നശിപ്പിക്കുന്ന വ്യവസ്ഥിതി, ദൈവത്തിൻ്റെ നന്മകളെ അത് ദുർവിനിയോഗം ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി ഇന്ന് വളരെ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. 104-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ കുറച്ച് വാക്യങ്ങളാണ് വായിക്കാനുള്ളത്. എന്നാലും ആ സങ്കീർത്തനത്തിൽ 31-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: മേ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് എൻഡൂർ ഫോർ എവർ, മേ ദ ലോർഡ് റിജോയ്സ് ഇൻ ഹിസ് വർക്ക്സ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ദൈവം സന്തോഷിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കണ്ടെത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ്. യഹോവയുടെ മഹത്വം എന്നേക്ക് നിലനിൽക്കട്ടെ, യഹോവ തൻ്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. എത്ര അതിശയമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ ഭൂമിയെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഭൂമി നാസ്തികത്വത്തിൽ തൂങ്ങുന്നു എന്നുള്ളതാണ്. അതായത് ആരെയും ഒരു സാങ്കല്പിക അച്ചുതണ്ട് ഉണ്ട് എന്ന് സങ്കല്പിച്ചതിന് ശേഷം ഈ ഭൂമി തൊടുന്നില്ല. എന്നിട്ട് ഈ ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, ഉരുണ്ട് സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, നാസ്തികത്തിൽ തൂങ്ങുന്നു. ഭൂമിക്കകത്ത് എണ്ണയുണ്ട്, ഭൂമിക്കകത്ത് ജലമുണ്ട്, ചിലയിടത്ത് സ്വർണമുണ്ട്, ചിലയിടത്ത് വജ്ര കല്ലുകളുണ്ട്, ചിലയിടത്ത് ലാവ ഇങ്ങനെ പൊട്ടി തിളച്ച് മറിയുന്നു, ചിലയിടത്ത് അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നു, ഉഷ്ണജലപ്രവാഹങ്ങളുണ്ട്, മഞ്ഞ് നദികൾ ഒഴുകുന്നു, ശിലകൾ സ്ലേറ്റ്സ് ഇങ്ങനെ സ്ഥലം മാറിപ്പോകുന്നു. അപ്പോൾ ഭൂമിയിൽ ചലനങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല, ഭൂമി ജിയോഗ്രഫി സ്റ്റഡി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭൂമി ഒരു കേളി നൗക പോലെയാണ്, ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു, തീ തുപ്പിക്കൊണ്ടിരിക്കുന്നു. ആ ഭൂമിയിലാണ് മനുഷ്യർ വസിക്കുന്നത്, ജീവിക്കുന്നത്. ആ ഭൂമിയിലെ തണുത്ത പ്രതലത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. താഴോട്ട് ചിലയിടത്ത് വെള്ളമുണ്ട്, ചിലയിടത്ത് തീയുണ്ട്. ഇങ്ങനെയുള്ള അനുഭവം, ഈ അനുഭവത്തിൽ ഭൂമിയെ നമുക്ക് പറയുമ്പോൾ ഇക്വിലിബ്രിയം, അതിനെ ബാലൻസ് ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിലെ ശക്തി, ഒരു ശക്തിയുണ്ട്. ഒരു വിശ്വാസ കണ്ണുകളോടുകൂടി നോക്കുമ്പോൾ ആ ശക്തിയെ, ആ ഊർജത്തെ മനസ്സിലാക്കാനായി സാധിക്കും. അതുകൊണ്ടാണ് 19-ാമത്തെ സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. എന്നിട്ട് പകലിന് രാത്രിക്ക് വാക്ക് കൊടുക്കുന്നുള്ള ആ താഴോട്ടുള്ള സംഭവങ്ങൾ മുഴുവനും ആ ഇന്റർ റിലേഷൻ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഞാൻ അതിനെ ഇപ്പോൾ വിവരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്നത്, ക്രിയേഷൻ worships God by obeying the law of the nature. ദൈവം ഈ പ്രപഞ്ചത്തിന് നൽകിയിട്ടുള്ള ആ തത്വങ്ങളെ, അത് ഈ ഭൂമി അനുസരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ ചിന്തയില്, ഇന്ത്യൻ ഫിലോസഫിയില് തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന ചിന്ത. പക്ഷെ സൃഷ്ടി ദൈവമല്ല, ദൈവത്തിന്റെ ചൈതന്യം അതിനകത്തെല്ലാം ഉണ്ട്. ഒരു പൂവെടുത്ത് നോക്കിയാൽ ആ ചൈതന്യം നമുക്ക് കാണാം. മനുഷ്യന് ആ പൂവിനെ സൃഷ്ടിക്കാനായിട്ട് കഴിയുന്നില്ല. അവൻ ചില ഡ്യൂപ്ലിക്കേറ്റ് സൃഷ്ടിക്കുന്നു. പക്ഷെ ഈ ഡ്യൂപ്ലിക്കേറ്റ് പൂവിലൊന്നും തേനോ പൂമ്പൊടിയോ ഒന്നും അവന് ഉണ്ടാക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ ചൈതന്യം എല്ലാത്തിലും, എല്ലാ ചലനങ്ങളിലും, എല്ലാ ജീവികളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ ഈ പ്രകൃതിയും ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആരാധനാക്രമത്തിൽ ദ സോങ് ഓഫ് ദി 3 യങ് മാൻ, 3 വിശുദ്ധ യുവാക്കളുടെ പാട്ടെന്ന് ആരാധനാക്രമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവര് ഈ പ്രപഞ്ചത്തെ എൻ്റെ ഓരോ ചലനങ്ങളും ആരാധിക്കുന്നതായി അവര് പാടുകയാണ്. സൂര്യനും ചന്ദ്രനും നദികളും പകലും രാത്രിയും എന്ന് തുടങ്ങി മറ്റു ഭാഗങ്ങളെല്ലാം മനസ്സിലാക്കും. വിതയും കൊയ്ത്തും മഞ്ഞും മഴയും കാറ്റും വേനലും ശരത്തും ഹേമന്തവും കാലങ്ങളും കരയും സമുദ്രവും എല്ലാം ദൈവത്തെ അനുസരിക്കുന്നു എന്നുള്ളതാണ്. ബൈബിൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് റോമാലേഖനം 8-ാം അധ്യായം 18 മുതൽ 21 വരെ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഈ പ്രകൃതി തന്നെ മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈറ്റുനോവോടുകൂടിയിരിക്കുന്നു. മുന്നുള്ള പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിച്ചതാണ്. വെളിപ്പാട് ദിവസം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതാണ്. പ്രപഞ്ചം മുഴുവനും, സ്വർഗവും ഭൂമിയും മുഴുവനും ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രപഞ്ചവും ദൈവത്തെ ആരാധിക്കുന്നു.
നാം അത് മനസ്സിലാക്കണം. വചനം പറയുന്നു, കാളാന്റെ ഉടയവനെയും കഴുതന്റെ യജമാന്റെ പുൽത്തൊട്ടിയെ പറയുന്നു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. ഇതിനെല്ലാം ജന്തുക്കൾക്കെല്ലാം ദൈവത്തെ അറിയാം. പക്ഷേ സുബോധത്തോടുകൂടി അതിനേക്കാളും ശ്രേഷ്ഠമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് എത്രയോ ദുഃഖമുള്ള ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ മനസ്സിന് ദുഃഖമുണ്ടാകുന്ന ഒരു കാര്യമാണ് മനുഷ്യൻ്റെ ഈ രീതി എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 14 ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ ഒരു പരമ്പര പോലെ അങ്ങ് എഴുതിയിരിക്കുകയാണ്. പക്ഷെ അതിനെ ഞാനന്ന് മനസ്സിലാക്കി അതിൻ്റെ കണ്ടന്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇത് വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാരഡൈസ് റീഗെയിൻഡ് ബൈ ജീസസ് ക്രൈസ്റ്റ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നഷ്ടപ്പെട്ട പറുദീസയുടെ ആ സംഭവം യേശുവിലൂടെ വീണ്ടെടുക്കാൻ പോകുന്നു എന്നുള്ള ആ വിളംബരമാണ് ഈ ഇന്നത്തെ പാഠത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കുവാനുള്ളത്. മനുഷ്യന്റെ അനുസരണക്കേടിനാൽ ഏദേൻ തോട്ടത്തിലെ പറുദീസയുടെ നഷ്ടം, ആ ഭാഗ്യം നഷ്ടമാക്കി. എന്നാൽ യേശുവിലൂടെ അതിനെ തിരികെ ലഭിക്കുമെന്ന പ്രത്യാശ നമുക്ക് ഈ ലേഖനത്തിൽ ലഭിക്കുന്നു. പ്രത്യേകിച്ച് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്, ഇൻ ക്രൈസ്റ്റ് as a plan for the fullness of time to unite all things in him, things in heaven and things on earth. Jesus Christ, in Christ God is going to unite all the things in heaven from heaven and on earth എന്ന് നാം വായിക്കുന്നു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ എന്ന് അവിടെ രേഖപ്പെടുത്തുന്നു. സൃഷ്ടിയുടെ മേന്മയും മകുടവുമായിരുന്ന മനുഷ്യൻ പാപത്തിന് അടിമയായി അവനെ തിരികെ കൊണ്ടുവരുവാൻ സ്വർഗസ്ഥ പിതാവ് ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെയും നമ്മുടെയും പിതാവിന് നമ്മെ കൂട്ടിച്ചേർക്കുവാൻ തിരുഹിതമുണ്ടായി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ അനുഗ്രഹം ക്രിസ്തുവിൽ കൂടി നമ്മൾ പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഇൻ ക്രൈസ്റ്റ് ആൻഡ് ത്രൂ ക്രൈസ്റ്റ്, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇൻ ക്രൈസ്റ്റ് ആൻഡ് ത്രൂ ക്രൈസ്റ്റ്. 3-ാം വാക്യത്തിൽ ഇൻ ക്രൈസ്റ്റ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. താഴോട്ട് വായിക്കുമ്പോൾ ത്രൂ ക്രൈസ്റ്റ്. ഇത്തരത്തിലുള്ള വീണ്ടെടുപ്പ് നമുക്ക് സൗജന്യമായി കൃപാമഹത്വത്തിന്റെ പുകഴ്ച, 6-ാം വാക്യം, ഗ്ലോറിയസ് ഗ്രേസ്, കൃപാധനം, റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കൃപാധനം കൊണ്ട്, യേശുക്രിസ്തുവിന്റെ മഹത്വകരമായ കൃപ കൊണ്ട് നമുക്ക് ഈ രക്ഷ തിരികെ തരാനായി ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. സാൽവേഷൻ ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. വീണ്ടും നമ്മൾ അതിൽ വായിക്കുന്നു, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്തം മോചന ദ്രവ്യമാക്കി കൊടുത്ത് നമ്മെ വീണ്ടെടുക്കുന്ന വ്യവസ്ഥിതി. പാപം ശിക്ഷിക്കും എന്ന ദൈവനീതിക്ക് മാറ്റം വരാതെ പാപത്തിന് യേശുക്രിസ്തുവിനെ ശിക്ഷിച്ചുകൊണ്ട്, യേശുക്രിസ്തു റാൻസം ആയിക്കൊണ്ട്, മറുവില ആയിക്കൊണ്ട് യേശുക്രിസ്തു നമ്മെ വീണ്ടെടുത്തു, നമ്മെ അഡോപ്റ്റ് ചെയ്തു എന്ന ആ തത്വമാണ് ഈ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ രക്തത്തിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സകല സൃഷ്ടിയെയും വീണ്ടെടുക്കുവാൻ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല സൃഷ്ടിയെയും വീണ്ടെടുക്കുവാൻ വേണ്ടി വന്ന കർത്താവിൻ്റെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതി ദൈവം ഇട്ടിരിക്കുന്നു എന്നതാണ് ഈ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പദ്ധതിയിൽ നാം അംഗങ്ങളാണോ? നാം അതിൽ ചേർക്കപ്പെടുമോ? ആ രക്തം നമുക്ക് ഗുണകരമായി തീരുമോ എന്ന് നമ്മൾ ചിന്തിക്കുക. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന
വീണ്ടെടുപ്പുണ്ട്. യേശു നമ്മെ ദത്തെടുത്തു. ഹി പെയ്ഡ് ദ പെനാലിറ്റി ആൻഡ് അഡോപ്റ്റഡ് us. അതിനാൽ പിതാവിനെ അപ്പാ എന്ന് സംബോധന ചെയ്യുവാൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് സംബോധന ചെയ്യുവാൻ നമുക്ക് യോഗ്യത ഉണ്ടായി. ഗലാത്യ ലേഖനം 4:5 വായിക്കുന്നു, അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ ഹി പെയ്ഡ് ദ റാൻസം, മറുവില കൊടുത്ത് നമ്മളെ നേടിയെടുത്തു എന്ന് നാം അറിയുക. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ 2 വാക്യം 3 വാക്യം അതുപോലെ 13 14 വാക്യങ്ങൾ വായിക്കും. വിശുദ്ധ തൃത്വം അതിനകത്തുണ്ട്. പിതാവും പുത്രനും മുദ്രയിടുന്നതിലൂടെ പരിശുദ്ധാത്മാവും വിശുദ്ധ തൃത്വത്തിൻ്റെ പ്രവൃത്തിയാണ് നമുക്കിവിടെ സജീവമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വചനം ഇങ്ങനെ പറയുന്നു, നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. ഇൻ ഹിം വി ആർ സീൽഡ് വിത്ത് ദി പ്രോമിസ്ഡ് ഹോളി സ്പിരിറ്റ് ഹു ഈസ് ദി ഗ്യാരണ്ടി ഓഫ് അവർ ഇൻഹെറിറ്റൻസ് എന്ന് നാം വായിക്കുന്നു. നമുക്ക് ഈ കൂട്ടിച്ചേർക്കലിൽ, ഈ സൗഭാഗ്യത്തിൽ നമുക്ക് പങ്കുചേരാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് നാം ചിന്തിക്കുകയും ഗ്രഹിക്കേണ്ടതും ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ തിരുഹിതം, ദൈവത്തിൻ്റെ ഹിതം, ഇറ്റ്സ് എ എറ്റേണൽ പ്ലാൻ ഓഫ് ഗാഡ് ഈവൻ ബിയോണ്ട് ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ്. അത് ലോകത്തിൽ പൂർത്തീകരിക്കുന്ന സാഹചര്യത്തിനായി നാം കാത്തിരിക്കുക. ദൈവം അതിലേക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സൃഷ്ടിയുടെ നഷ്ടപ്പെട്ട നന്മയും സൃഷ്ടിയിൽ ദൈവം നമുക്ക് കൃപയായി നൽകിയ തേജസ്സും ദൈവത്തിൻ്റെ മഹിമയും ശുഭമായി തീരുവാൻ, പൂർത്തീകരിക്കുവാൻ യേശുക്രിസ്തു കാൽവരിയിലൂടെ രക്തം ചൊരിഞ്ഞു. കൃപയാൽ സൗജന്യമായി നമ്മെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ദൈവം തൻ്റെ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മനോഹരമായ പ്രപഞ്ചത്തിനായി, പ്രപഞ്ചത്തിലെ സൃഷ്ടികൾക്കായി, സൃഷ്ടിയിൽ മനുഷ്യന് നൽകിയ പ്രത്യേകതയുള്ള അനുഗ്രഹത്തിനായി, ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് വേണ്ടി നൽകിയ എല്ലാ നന്മകൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. എന്നാൽ മനുഷ്യൻ്റെ ചെയ്തികൾ സൃഷ്ടിയെ നശിപ്പിച്ചു. കാരുണ്യവാനായ ദൈവം വീണ്ടും ജനങ്ങളെ, ലോകത്തെ സ്നേഹിച്ചു. അതിൻ്റെ ഫലമായി സൃഷ്ടിയെ വീണ്ടെടുക്കാനായി ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. സൃഷ്ടിയുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യത്തെ ദർശിക്കാൻ കഴിയും. ദൈവം അത്ര നല്ലവനാണ്, ഉന്നതനാണ്, ശ്രേഷ്ഠനാണ്, മഹനീയനാണ്, മഹത്വവാനാണ്, സ്തുതിക്കും സ്തോത്രത്തിനും മാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി അവിടുത്തെ പ്രിയപുത്രനായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. കർത്താവെ, ആ ബന്ധം പുനഃസ്ഥാപിക്കാനായി യേശു ക്രൂസിൽ മരിച്ചു. സൗജന്യമായി ആ രക്തം ഞങ്ങൾക്ക് തന്നു. ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളെ വീണ്ടെടുത്തു. കർത്താവെ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ മുദ്രയിട്ടു സൂക്ഷിച്ചിരിക്കുന്നു. ആ നാളിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ സംഭവിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഞങ്ങളും ആ സന്തോഷത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവേ, അങ്ങ് വേഗം വന്ന് എത്രയും പെട്ടെന്ന് ഞങ്ങളെയും ലോകത്തെയും ഈ പ്രപഞ്ചത്തെയും രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങ് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം.
കർത്താവ് ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഈ വിശുദ്ധ ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ ഞങ്ങളെ കരുണയോടെ കാത്തു പരിപാലിച്ചവരുടെ വലിയ കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭാ ശുശ്രൂഷകനായും കുടുംബത്തിനായും പ്രാർത്ഥിക്കുന്നു. സഭയിലെ ഓരോ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിലെ സൺഡേ സ്കൂൾ, യൂത്ത് ഫെലോഷിപ്പ്, വിമൻസ് ഫെലോഷിപ്പ്, കൊയർ, പാസ്റ്ററേറ്റ് കമ്മിറ്റി, ബിൽഡിംഗ് കമ്മിറ്റി എന്നീ സംഘടനകളെയും അതിന് നേതൃത്വം നൽകുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചർച്ച് ബിൽഡിംഗ് പ്രൊജക്ടിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ തടസ്സങ്ങളും മറ്റു തടസ്സങ്ങളും എല്ലാം മാറി അതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെ പ്രായമായവരെയും രോഗികളായവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നിമു ആൻറ്റി, ഗ്രേസ് ആൻറ്റി, നിമ്മയുടെ ഫാദർ, ലിൻസിയുടെ ഫാദർ എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികളെയും ജോലിക്കായിട്ട് ശ്രമിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിക്കായിട്ടും പഠനാവശ്യങ്ങൾക്കായിട്ടും വിദേശത്തായിരിക്കുന്ന അതിനുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കോവിഡ് രോഗവ്യാപനം മൂലം ജോലിയിലും ബിസിനസ് കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അവിടുത്തെ നാമം അറിയുന്നതിനും അങ്ങയിൽ വിശ്വസിക്കുന്നതിനും ഇടയായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണാധികാരികൾക്കായും പ്രാർത്ഥിക്കുന്നു. സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായ ഒരു ഭരണം കാഴ്ചവെക്കുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിന്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിലുള്ള ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിപ്പാൻ കഴിയുന്നതുമല്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകൾ മനസ്സിലുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. Glory be to God. Welcome one and all in the precious name of our Lord and Savior, Jesus Christ. Let us thank God for His protection, providence and sustenance during these difficult times. Vinod Achan's youngest son has been hospitalized again due to fever. He has also appealed for financial assistance. Any of our beloved members willing to contribute towards the cause are requested to connect with me in this regard. Admissions for kindergarten classes are open in Bishop Cotton Boys, Bishop Cotton Girls and St. John's High School. Please visit the website for further details. Achan is available on call for all specific prayer needs. Kindly inform us in advance to facilitate the prayer meeting. I request one and all to kindly uphold our project in your prayers for early completion. Thank you, Achan, Brijo and family for helping us put together this worship. Thank you once again. God bless us all. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. വിശ്വാസത്തോടുകൂടി നമുക്ക് ആശീർവാദം കൈക്കൊള്ളാം. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച് നമ്മോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നമ്മുടെ മേൽ ഉയർത്തി നമുക്കെല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മിലുണ്ടായി, നമ്മുടെ ഓരോ ഭവനങ്ങളിലും ഓരോ വ്യക്തികളിലും ഉണ്ടായി. നാം എല്ലാവരോടും
കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.